ഹായ് ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. ആശ്വാസം പദ്ധതി കേട്ടിട്ടുണ്ടോ? മുന്നേ നമ്മൾ ആശ്വാസ കിരണം പോലെയുള്ള ഒരുപാട് പദ്ധതികളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നും അറിഞ്ഞു. അതിൽ സന്തോഷം. അതേപോലെയുള്ള ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ ആണ് ആശ്വാസം പദ്ധതി കേട്ടോ. ചെറുകിട സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴി നൽകുന്ന 25,000 രൂപ ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. 2026 ഓഗസ്റ്റ് 31 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന സമയം കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും വേണ്ടി hpwc.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വിവരങ്ങളും അറിയാം. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കണ്ടേ, ഏതൊക്കെ കാറ്റഗറി പെടുന്ന ഭിന്നശേഷിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ ആദ്യം തീവ്ര ഭിന്നശേഷിക്കാർക്കും ഭിന്നശേഷി വിധവകൾക്കും ഗുരുതര രോഗബാധിതർക്കും 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും മുൻഗണനാ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ 40% അതിലധികമോ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും ഈട് നൽകാൻ വസ്തുവകകളില്ലാത്ത ആളുകൾക്കും ഇതേ ഒരു ആവശ്യത്തിന് മുന്നേ സർക്കാർ ധനസഹായം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്കും ഈ ഒരു ആശ്വാസം പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് കേട്ടോ. 25,000 രൂപ ധനസഹായം കിട്ടുന്ന ഈ ഒരു പദ്ധതി വഴി ഭിന്നശേഷിക്കാരായ ഒരുപാട് പേർക്ക് സഹായം നൽകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ചാനലിൻ്റെ പേര് അറിയാലോ, ഏഞ്ചൽ കിഡ്സ്. ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഫേസിലൂടെ കടന്നു വരുന്ന ആളുകളായതുകൊണ്ടാണ് നമ്മളിതെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ആശ്വാസം പദ്ധതി ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് പറ്റുന്ന ഒരു കാറ്റഗറി ആയിട്ടില്ല. ഒന്നാമത് പാറു 14 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. പക്ഷേ അത് ആവശ്യമുള്ള ആളുകളുണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായും കൂടി ഒന്ന് അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഫോൺ വഴി നേരിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാത്തവരെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഫോണിൽ നമ്മൾ ക്രോം ക്ലിക്ക് ചെയ്തിട്ട് hpc.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അപ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമ്മൾ ഒരുപാട് സ്കീമുകളുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ സ്കീം എന്ന് പറയുന്ന ഫസ്റ്റത്തെ കോളമില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി ഇതിലുള്ള കുറേ സ്കീമുകൾ കാണിക്കും. അതിൽ നമുക്ക് വേണ്ടത് ആശ്വാസമാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനൊരു പേജ് വരും കേട്ടോ. അതിൽ ഈ പച്ച കളറിൽ കാണുന്നതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഭാഗം. ഗൂഗിൾ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് കാണിക്കുന്നില്ലേ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആശ്വാസത്തിൽ അപ്ലൈ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ വരും കേട്ടോ. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കാണ് ആ വേറൊരു കളറിൽ കാണിച്ചത്. അതിൽ കയറിയാൽ നേരിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം 2026 ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് കേട്ടോ കയറുക. മലയാളത്തിൽ തന്നെയാണ് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വായിക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട്. ഇതാ പേര്, മേൽവിലാസം, പിൻകോഡ്, മൊബൈൽ നമ്പർ, ജില്ല, നിയോജക മണ്ഡലം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ആധാർ നമ്പർ, ആധാർ കാർഡിൻ്റെ പകർപ്പ് കോപ്പി അറ്റാച്ച് ചെയ്യാനുണ്ട്. പിന്നെ ഭിന്നശേഷി തെളിയിക്കുന്ന UDID കാർഡിൻ്റെ കോപ്പി, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി അറ്റാച്ച് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇനിയിപ്പോൾ നമ്മൾ ധനസഹായം അപ്ലൈ ചെയ്യുന്നത് എന്ത് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാനോ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരും സാവധാനം വായിച്ച് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് നമുക്ക് ഓൾറെഡി സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇനി ഇതിന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മുദ്ര പേപ്പറിൽ കുറേ കാര്യങ്ങൾ എഴുതി ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കിയാൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാവും. പിന്നെ ആശ്വാസം മാത്രമല്ല കേട്ടോ, ഇതേപോലെ തന്നെ ഹസ്തം, കാഴ്ച എന്നൊക്കെ പറയുന്ന കുറേ ഓരോ പദ്ധതികളുണ്ട്. അതൊക്കെ നമ്മൾ ഈ സൈറ്റിൽ കയറിയിട്ട് ഓരോരോ പേജായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു.